കഴിഞ്ഞ കാലങ്ങളിൽ വിദേശ ഭാഷാ ചിത്രങ്ങളായിരുന്നു പലപ്പോഴും ചലച്ചിത്രമേളകളിൽ കയ്യടി നേടിയിരുന്നത്. അവ സാങ്കേതിക മികവിലും അവതരണ ശൈലിയിലും മികവുറ്റതായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ വാദവും. പൊതുവെ ഇന്ത്യൻ സിനിമകൾക്ക് പലപ്പോഴും മേളകളിൽ കാഴ്ചക്കാർ കുറവായിരുന്നു. എന്നാൽ 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കഥ മാറിയിരിക്കുകയാണ്. മേളയിൽ നിലവിൽ ഇന്ത്യൻ ചിത്രങ്ങളാണ് കളം നിറഞ്ഞിരിക്കുന്നത്. സാങ്കേതിക മികവിൽ വിദേശ ചിത്രങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന ഇന്ത്യൻ സിനിമകളാണ് ഇത്തവണ പ്രേക്ഷകരെ തേടിയെത്തിയതും. പൊതുവെ പ്രേക്ഷകരുടെ പങ്കാളിത്തം ഏറെ കുറവോടെയാണ് മുൻകാലങ്ങളിൽ പലപ്പോഴും ഇന്ത്യൻ ചിത്രങ്ങൾ മേളകളിൽ പ്രദർശിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഇന്ത്യൻ സിനിമകൾ, പ്രത്യേകിച്ച് മലയാള സിനിമകൾ നിറഞ്ഞ സദസ്സുകളിലാണ് പ്രദർശിപ്പിച്ചത്. പ്രദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ രൂപം കൊള്ളുന്ന പ്രേക്ഷകരുടെ നീണ്ട നിരകളും തിയേറ്ററിന് മുന്നിൽ കാണാൻ കഴിഞ്ഞിരുന്നു. 6 വർഷങ്ങൾക്കിപ്പുറം വിദേശ ഭാഷാ ചിത്രങ്ങൾക്കുള്ള സാങ്കേതിക മികവ് ഇന്ത്യൻ സിനിമയിലും കാണാൻ കഴിയുന്നതാണ് സിനിമകളുടെ മൂല്യമുയരാനും പ്രേക്ഷക പ്രീതി നേടാനും കാരണമായെന്നാണ് ചലച്ചിത്ര പ്രതിഭകളും പറയുന്നത്. നമ്മൾ സിനിമ ചെയ്താൽ പോരാ, നല്ല സിനിമ ചെയ്താലും അത് നല്ല തിയേറ്ററിലെത്തിക്കേണ്ട ചുമതല ഫിലിം മേക്കേഴ്സുണ്ട്. അപ്പോൾ നല്ല തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിന് നല്ല സൗണ്ടിങ്, നല്ല വിഷ്വൽ ഇമ്പാക്റ്റ് കിട്ടുമ്പോൾ മാത്രമാണ് ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും പർട്ടിക്കുലർ സിനിമ കാണുന്നവർക്ക് സൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, വിഷ്വൽ ഇമ്പാക്റ്റ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് വന്നതുകൊണ്ട് ഞങ്ങളൊരു സിൻസിയർ ടീം തന്നെ വർക്ക് ചെയ്യുന്നു. അതിന് ഞങ്ങൾ ഒരു പരിധി വരെ സക്സസ് ആയി. ഏകദേശം 1000-ൽ താഴെ പ്രതിനിധികളുമായി തുടങ്ങിയതാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേള. എന്നാൽ ഇന്ന് എണ്ണിത്തീർക്കാവുന്നതിനപ്പുറമാണ് പ്രതിനിധികളുടെ എണ്ണം. വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് സിനിമകളോടുള്ള അഭിരുചിക്കും മാറ്റം വന്നു കഴിഞ്ഞു. മുൻപ് ചലച്ചിത്രമേളയുടെ പുറത്ത് കറങ്ങി നടന്ന് ആഘോഷം തീർത്ത യുവാക്കളൊക്കെ ഇന്ന് തിയേറ്ററിനുള്ളിൽ സിനിമകൾ കണ്ട് ആഘോഷിക്കുകയാണെന്ന പ്രത്യേകതയുമുണ്ട്. അവർ സിനിമ കാണുക മാത്രമല്ല, ആ സിനിമയ്ക്ക് ശേഷം അവർ നടത്തുന്ന കൂട്ടായ ചർച്ചകൾ, ഫ്രെയിം ടു ഫ്രെയിം, ഒരു ഫ്രെയിമിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എത്രമാത്രം ആത്മാർത്ഥമായ, എത്രമാത്രം ആധികാരികമായിട്ടാണ് അവർ സിനിമ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഇനി ഗുജറാത്തി, മണിപ്പൂരി, ഇവിടെ നിന്നൊക്കെ പുതിയ സംവിധായകർ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ക്യാമറാമാൻ ചന്ദ്രൻ ആരനാടിനൊപ്പം പ്രഹ്ലാദ് രതീഷ് തിലകൻ, ഇന്ത്യ ടുഡേ.